നമസ്കാരം, എല്ലാവർക്കും റെയിൻബോ വില്ലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു ചെമ്മീൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? ചെമ്മീൻ ഉണ്ടെങ്കിൽ ആർക്കും വളരെ പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനായി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 കപ്പ് കോൺഫ്ലോർ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാലും നല്ലതാണ്. ഞാൻ എന്തായാലും എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചെമ്മീൻ്റെ നനവ് കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കണം. ഡീപ് ഫ്രൈഡ് ആവശ്യമില്ല. ഇതുപോലെ ഒരല്പം എണ്ണ പാനിൽ തൂവി മീഡിയം ഫ്ലെയിമിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കണം. അതിനായിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. കൂടെ 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4-5 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 3 സവോള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ സവോള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും നീളത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. എന്നാലും ചില്ലി ചിക്കനിലൊക്കെ ഇടുന്നത് പോലെ ഈ ഒരു വലുപ്പത്തിൽ ഇടുന്നതായിരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ആണെങ്കിലും നീളത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അതല്ല ഇതുപോലെ സ്ക്വയർ ആയിട്ടും ഇടാവുന്നതാണ്. ക്യാപ്സിക്കം സവോളയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. വേറെ മസാലകളൊന്നും നമ്മൾ ഇടുന്നില്ല. പിന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറാനായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസ് ആക്കി എടുക്കാവുന്നതാണ്. അതല്ല ഡയറക്റ്റ് ഒഴിച്ചാലും കുഴപ്പമില്ല. അടുത്തതായി കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയ സോസ് ആണെങ്കിലും അല്പം വെള്ളത്തിലൊന്ന് ലൂസ് ആക്കി എടുത്ത് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കൂടെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല, കാരണം കെച്ചപ്പിലും സോയ സോസിലും ഒക്കെ കുറച്ച് ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസിയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ കലക്കിയത് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരുപാടങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം അധിക നേരം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഉണ്ടെങ്കിൽ ഒരല്പം മല്ലിയില കൂടി ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, അത്യാവശ്യം സ്പൈസിയുമാണ്.
ഒപ്പം ഒരു ചെറിയ സ്വീറ്റ്നെസ്സും ഉണ്ട്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പ്രോൺസ് ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ സ്വീറ്റ് ആൻഡ് സ്പൈസി റെസിപ്പി അയച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.